പ്രായമുണ്ടാ? ഇല്ല. അവിടെ ഉണ്ടായത് മോഹമാണ്. സ്നേഹത്തിൻ്റെ ആളാണ്. സന്തോഷമായി മാതൃത്വം സന്തോഷമായി ഊടിക്കൊണ്ടുവരണം. എൻ്റെ കുഞ്ഞുങ്ങൾ കിടാങ്ങളൊക്കെ സൗഖ്യം തന്നെയല്ലേ? നമുക്ക് അറിയുകയാണ്. അതിന് മൂല്യമുള്ള ഫലം തിരുവണ്ണ അങ്ങനെ വരുള്ളൂ. എൻ്റെ ചമ്മരത്തീന ഒരു മോഹം കൊണ്ട് അല്ലേ എൻ്റെ തിരുവണ്ണ വിശേഷിച്ചിട്ട് മോഹമാണെന്നുണ്ടായി ദൈവത്തിന് ചമ്മരത്തിയോട് എന്ന് എഴുതിയ നേരത്താണ് എൻ്റെ പൈതങ്ങൾ വന്നത്. ഇദ്ദേഹം മോഹിച്ചിട്ടാണ് വിവാഹം കഴിഞ്ഞു, അല്ലാത്തവരില്ല. എൻ്റെ അന്വേഷിച്ചു ദൈവം അപ്പോഴന്നെ മായക്കണ്ണുകൊണ്ട് കാണേണ്ട നിലയില്ല. എങ്കിലും അതിനകത്ത് ഒരു പോരായ്മ കൂടെ ആരെങ്കിലും എൻ്റെ മക്കൾക്ക് മാറ്റണം പറയും. മാറ്റണം പറയേ സാധുവാണെങ്കിലും കിട്ടുന്ന കാര്യങ്ങളും ശമ്പരത്തിൻ്റെ അല്പ സ്വഭാവമുണ്ട്. അത് അധികമായി കൂടല്ലേ സമാധാനം കൊടുക്കണം. അദ്ദേഹത്തോട് പറയണം ദൈവം വിശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ദൈവം മറന്നിട്ട് പറയുന്നത് നൂതനമായ മാർഗം മുൻകിട്ടുക. നൂതനമായ മാർഗത്തിൽ കയ്യിൽ പരീക്ഷണമുണ്ട്. അതെല്ലാം അദ്ദേഹം ദൂരെന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും അദ്ദേഹത്തോട് പറയണം എന്ന ദൈവം അനുകൂലമായ ഇവിടെ ദൂരെ പോയാൽ എന്ന മനസ്സിലേക്ക് ആരാധിക്കുന്ന കാലത്ത് ആരാധിച്ച് ജോലി കൊടുത്ത് തലമുറയ്ക്ക് വിളിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഫലം ദൈവം ിരിക്കുന്ന പൊന്നിന് മുഖം കൂടെ ഭാഗ്യപടിയായി തിരുവനന്തപുരം വിശേഷിക്കുന്നില്ല. സ്നേഹം മാത്രമായാൽ പ്രയാസം വരില്ല, മോഹം കൂടിയാലാണ് പ്രയാസം വരുമെന്ന് പറയാം. ആഗ്രഹങ്ങൾ ദേഹത്തിന് മോഹിക്കാൻ തുടങ്ങിയാൽ പ്രയാസം വരും അല്ലേ? അല്ലേ? ഞാൻ കൊടുക്കൂലേ സ്നേഹം? ഞാൻ കൊടുക്കൂലേ? എൻ്റെ കയ്യിൽ സ്നേഹം കുറഞ്ഞു പോയാൽ എൻ്റെ പെരുകൊണ്ട് വിശേഷിക്കുന്ന കേട്ടാൽ എനിക്ക് സ്നേഹം കുറഞ്ഞു പോയാൽ പരീക്ഷണ ഘട്ടത്തിലാണുള്ളത്. ദൈവം കിട്ടിയ ഒന്ന് വന്നെടുത്തില്ലേ? ആവട്ടെ, എൻ്റെ കടാക്ഷം തന്നെ ഉദ്ദേശിച്ചത് കിട്ടിയില്ല. ഉപരിപരണമെന്ന് ദൈവം കൽപ്പിക്കണം അല്ലേ? എല്ലാത്തിനും ഒരു നേരുണ്ട്. ഇല്ലേ? നിനക്ക് വീട്ടുന്ന പുതം തരാനൊരു നേരുണ്ടായില്ലേ? ആ നേരഫലം ഒട്ടും പിഴയാതെ കണ്ട് നാളേക്ക് കൊണ്ടുന്ന പുതമുത്തിരിക്കുന്ന പ്രവൃത്തിയെല്ലാം ദൈവം ധനമാന സമ്പത്തുണ്ടാക്കി ഒട്ടും വാമഭാഗ ലക്ഷ്മി വന്നു ചേരാൻ കാലമറ്റ മാസമന്ത്രി വരുന്നത് മൂല്യമുള്ളതായി. അന്തം നയിച്ച കൂട്ടം പോലെ പടുകുടിയിൽ കൊടുത്തില്ല. കാത്തിരുന്നാൽ ഫലം അല്ലേ നിശ്ചയമാണ്. ഇന്ധനം കൊണ്ട് വിളിച്ചിരിക്കുന്ന അനുഭവം ഇന്നത്തമാർ അഭിമാനമുള്ള ദൈവം കരുതുന്ന ഒരു പേര് ആത്മബന്ധം സ്നേഹപ്പെടുത്തുന്ന ദൈവത്തെ പരിപാലിക്കുന്ന കാലത്ത് പാലിച്ച മനസ്സിനെ യാതൊരു പ്രയാസം വന്ന് ഭവിക്കാറില്ലെങ്കിൽ ഞാൻ ദാഹിക്കുന്നത് ചോദിച്ചു ഉത്തരം പറയാൻ വിടുന്നില്ല. നിങ്ങളെ ശ്രേയസ്സുണ്ടാവട്ടെ. എൻ്റെ കുഞ്ഞുങ്ങൾ ഞാനെന്ന കരുത്തുണ്ടല്ല. സങ്കടമുണ്ട്, പരിഭവമുണ്ട്, പരാതികളുണ്ട് മനസ്സിനകത്ത്. എൻ്റെ
അതൊക്കെ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് സംരക്ഷണം നൽകണം ദൈവം എന്ന പ്രാർത്ഥനയും വിശ്വാസവും ഇരിക്കട്ടെ. എന്റെ തമ്പുരാൻ ഇവരെ ഭോജനം കൂടെ ഒരാട്ടമുണ്ടായിട്ട് ദാഹിക്കുന്നതിന് തണ്ണീതൊരു മഹോചമ്മരത്തി അപ്പോഴും പറയുന്നേ ചമ്മരത്തി ആരാരുണ്ടോ പെരുവഴിയിൽ തണ്ണീർ വച്ചിട്ട് വീട്ടിലെ വന്നാൽ വെള്ളം കുടിച്ച് പോകാമിരത്തി വൈകൻ അല്ലേ തയ്ച്ചതും ഈച്ഛിച്ചതും ഒരുപോലെ ആയിരിക്കും. ഇങ്ങനെ വിളിക്കുന്നു, ഭവനത്തിലേക്കല്ല വിളിക്കുന്നത്. നല്ല ചിന്തയിൽ തന്നെ ആയിരിക്കൂലേ? ചിന്ത ഉണ്ടാവുക ഉണ്ടാവില്ല അല്ലേ? ഞങ്ങൾ ഇരുവരും വേളാറോട്ട് ചെന്നു നാലി കഴുകാൻ ചെമ്പ് ചരക്കി തന്നു. സുഖമുള്ള വാർത്ത രസം പറയുമ്പോൾ ഈ ദാഹത്തിന് ജലം ചോദിച്ചിട്ടുണ്ടാകും. കാല് കഴുകാൻ ജലവും വീട് നിറഞ്ഞ പാമ്പട് പഴുക്കണം എന്നതിന് ഇതിൻ്റെ ആവശ്യമില്ല. കാല് കഴുകാൻ ജലവും വീട് നിറഞ്ഞ പാമ്പട് പഴുക്കണം തന്നു നിനക്ക്. എന്തിനാണ് പൈതങ്ങളെ പൈതങ്ങൾക്ക് ബോധ്യമുണ്ടാകും. ഉപകാരം ആദിത്യ മര്യാദ മാനിച്ചു അല്ലേ? ആദിത്യ മര്യാദ മാനിച്ചു. ഉപചാരമായിരിക്കുന്നു കർമ്മം നാം ചെയ്യുന്നു അല്ലേ? നിങ്ങളെങ്ങനെ ചെയ്യുക? ഇപ്പോഴങ്ങനെ ചെയ്യലുണ്ട. ചോരന്മാർ അന്തരീക്ഷം കാണാനില്ല. ശ്രദ്ധയിലാണ് കൂടുക. കാണാനില്ല. സന്തോഷം. വ്യക്തിലതിന് സുഖമുള്ള വാർത്ത രസം പറയുമ്പോൾ ഞാൻ ഒരാളിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന നേരാണ്. നീ ചിന്തിക്കുന്ന കാലത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടുക നാം എൻ്റെ തിരുവണ്ണാൻ നിഷേധിച്ചല്ല. മോഹം കൊണ്ടാണ് ദാഹം വന്നിനെ നാം. എൻ്റെ തിരുവണ്ണാൻ നിഷേധിച്ചത് മോഹം കൊണ്ടാണ് എൻ്റെ ദൈവത്തിന് ദാഹമുണ്ടായി എന്നാണ്. നിങ്ങളെ മുറിച്ച കാലത്തും അങ്ങനെയാണെങ്കിൽ ദാഹം ഉണ്ടായെന്നല്ലേ പറയുന്നത് അല്ലേ? അങ്ങനെ പറയുന്നത്. പിന്നെ എനക്ക് മാത്രം ഒരു വിധിയുണ്ട ഇല്ല. സ്നേഹിച്ച കാലത്ത് മനസ്സുകൊണ്ട് കൊതിക്കുന്നത് നേടിയെടുക്കാൻ മഹായോഗ ഭാഗ്യമാണ് വേണ്ടേ. പിന്നീട് എന്താ വേണ്ടത്? നാഗർ സഭയിലത് ഭംഗിയാപ്രകാരം കാട്ടിട്ടുണ്ട്. കിഴവില്ലാതെ അങ്ങനെ ജീവിത വിഷയത്തിൽ സമൃദ്ധിയോടെ വാഴുന്നത് കണ്ട് അല്ലേ? നാലുപേര് കാണുമ്പോഴും ശോഭിതമായ വഴി തന്നെ ഇന്നവരെ ശേഷം തന്നെ പറയാം. ആത്മ
പച്ചോട കാണാനാണ് പരിചോദനക്ക് ഈ ചമ്മരത്തി പച്ചോടത്തിനോ കൈമുതലോ വാഴുമോ വാണതെല്ലാം പച്ചവടത്തിനെ വാണിട്ടുള്ളൂ. വാടുന്നെങ്കിൽ പച്ചവടത്തിന് ഞാൻ വാഴുന്നുള്ളൂ. ഞാനൊരുത്തന്റെ കൈ മുതൽക്ക് വാഴുകളല്ല. ജടിലമായ വാക്കാം. ഇന്നവരെ വാണതെല്ലാം പച്ചവടത്തിനെ വാണിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തിനകത്ത് ഞാനങ്ങനെ വാടുന്നുണ്ടെങ്കിൽ പച്ചവടത്തിനെ വാഴുള്ളൂ. ഞാൻ ഒരുത്തൻ്റെയും കൈമുതലിനെ വാഴുന്നോളല്ല. സത്യമായിരിക്കുന്ന വാക്ക് ധൈര്യസമേതം ചെയ്യും. ക്ഷണിച്ചില്ല, സന്തോഷമായി തരാം. ഞാൻ എന്താണോ കരുതിയിൽ ഞാൻ കരുതിയിൽ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അടുത്ത് അറിയുമ്പോഴൊക്കെ മുഖ്യമി കേൾപ്പതില്ലോ നിയമടോ നമ്മരാതി നിന്റെ വീടായി ഇന്നത്തിടങ്ങി നിന്റെ വീടായി ഒരേ കാര്യമായി ദാഹം മാറി അമ്മലേക്ക് മോഹം ജനിച്ചു. ഇപ്പോഴാണ് യഥാർത്ഥ മോഹം ജനിച്ചത് അല്ലേ? ഇത്രയും നേരം അതിന് ഉള്ളടക്കം അറിയണ്ടേ? എങ്ങനെ ഒരു സ്വഭാവ സവിശേഷതയാണ് എന്ന സ്ത്രീയാണ് എന്താണ് മനസ്സിൻ്റെ ഉദ്ദേശത്തിനും അല്ലേ? അതെല്ലാം അറിയണ്ടേ? അല്ലേ? സ്ത്രീകൾ പറയുന്നില്ലേ എല്ലാം ഒരുപോലെ ഉണ്ടാവുക? പുരുഷന്മാരോ അതും അങ്ങനെ. സ്ത്രീകളെ മാത്രം അറിയുന്നത് കൂടി പോവുക. എൻ്റെ കുഞ്ഞുങ്ങൾ പറയും സ്ത്രീകളെ മാത്രം പുരുഷന്മാരുടെ ഒരുപോലെയാണോ? ഇങ്ങനും ഉള്ളു തിറക്കുവാനാവില്ല ആവുക. തുറന്നു നോക്കിയാൽ കാണുക. ബാഹ്യമായ സൗന്ദര്യമല്ല മുഖ്യമായിട്ടുള്ളത്. അതേപോലെ സ്ത്രീകൾക്ക് ബാഹ്യമായ സൗന്ദര്യം മുഖ്യം, ആന്തരികമായത് മനസ്സിന് സൗന്ദര്യം വേണ്ടേ? ഇല്ലെങ്കിൽ എത്ര സൗന്ദര്യം പുറത്തുണ്ടായ കാര്യമില്ല. അതറിയാനാണ് ഞാൻ അവിടെ കൈയിടും. അപ്പോൾ ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല ചമ്മരത്തിക്കേണ്ടത്, അകത്ത മനസ്സിന് ഒരു സൗന്ദര്യമുണ്ട്. ഇങ്ങനെ വാക്ക് പറയുന്നവർ സ്നേഹിച്ചാൽ അത്രയും കഠിനമായി അല്ലേ? പിടിച്ചു നിൽക്കാൻ പ്രയാസമുണ്ട്. ആവൂലേ? അങ്ങനെയുള്ളത് വേണം. അത്ര കഠിനായൊന്നും വേണ്ടല്ലേ? പേടിയില്ല. അത്ര കഠിനായൊന്നും നിനക്ക് വേണ്ട. സന്തോഷം.